ആൻഡ് ഗൈസ് ഫൈനലി ഓപ്പോയുടെ റെനോ 30 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 14,000 താഴെയാണ് ഡിവൈസിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡിവൈസ് വെർത്താണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു, അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാനൊരു ഡിവൈസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ 3 കാര്യങ്ങളാണ് മെയിൻലി നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇതിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ്, സെക്കൻഡ് ഡിവൈസിൻ്റെ പെർഫോമൻസ്, ആൻഡ് ലാസ്റ്റ് നോക്കുന്നത് ബാറ്ററി ഹെൽത്ത് ആണ്. സോ ഈ 3 കാര്യങ്ങളും ഞാൻ എടുക്കാൻ പോകുന്ന ഡിവൈസിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഡിവൈസ് ഞാൻ പർച്ചേസ് ചെയ്യുള്ളൂ. സോ ഈ ഒരു ഡിവൈസ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത സമയത്ത് എനിക്കെന്തോ ഭയങ്കര ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഇത്തിരി പൈസ ഉള്ള ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഇത്തിരി പ്രീമിയം ഡിവൈസ് ആണ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ഇതിൻ്റെ ക്യാമറ പോകുമ്പോൾ ശ്രദ്ധിച്ചു? ഈ ഒരു ക്യാമറ പോയിന് ചുറ്റുവറും ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ ഒരു ഡിസൈൻ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഡിസൈൻ ഫോണിനൊന്നും കൂടെ നോട്ടീസിലാക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ ട്രിപ്പിൾ സെറ്റപ്പിലാണ് റിയൽ ക്യാമറകൾ നൽകിയിട്ടുള്ളത്. ഇതിൽ 50 MB-യുടെയും 8 MB-യുടെയും 2 MB-യുടെയും ക്യാമറകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ക്വാളിറ്റി എത്രത്തോളം ബെറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അതായത് കൂടുതൽ മോശം പറയാനില്ല, എന്നാൽ കൂടുതൽ ഹൈപ്പും നൽകാനില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഫോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോയുടെ ഔട്ട്പുട്ട് ആണെങ്കിലും ആവശ്യത്തിനുള്ള ക്വാളിറ്റി ഒക്കെ നൽകുന്നുണ്ട്. ആൻഡ് വീഡിയോയുടെ ക്വാളിറ്റി ആണെങ്കിൽ 4K റെസൊല്യൂഷനിൽ നമുക്ക് 16 FPS മാക്സിമം വീഡിയോ എടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഡിവൈസിനെ ഓപ്പോ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഡേ ടു ഡേ യൂസേജിനാണ് എന്ന് കരുതി ഒട്ടും പെർഫോമൻസ് ഇല്ലാത്ത ഡിവൈസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സപ്പോസ് ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ BGMI ആണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗെയിം ഈ ഫോണിൽ നല്ല രീതിയിൽ തന്നെ റൺ ചെയ്യുന്നതായിരിക്കും. 19 FPS ഒക്കെ സപ്പോർട്ട് ആയിരിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും ഒരു ഗെയിമിംഗ് ഡിവൈസ് ആയിട്ട് ഈ ഒരു ഡിവൈസിനെ എടുക്കരുത്. അതായത് കമ്പനി പോലും ഈ ഒരു ഡിവൈസിനെ ഡേ ടു ഡേ യൂസേജിനാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സിൽ ആൻഡ്രോയിഡ് 15 സപ്പോർട്ട് ആയിട്ടുണ്ട്. ഫോൺ ഒരു ബോക്സി ഡിസൈൻ ആണെങ്കിലും ഡിസ്പ്ലേ ചെറിയൊരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 120 Hz സപ്പോർട്ട് ആയിട്ടുള്ള 6.5 ഇഞ്ചിന്റെ AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഡിവൈസിനുള്ളത്. പിന്നെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ ഗ്ലാസ് 7i എന്ന പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. 1200 നിക്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും ഡിവൈസിന് നൽകിയിട്ടുണ്ട്. അതായത് 5600 mAh ബാറ്ററി ബാക്കപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല 18 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിങ്ങും ഡിവൈസിന് സപ്പോർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 0 to 100% ആകാൻ ജസ്റ്റ് 50 മിനിറ്റുകൾ തന്നെ ധാരാളമായിരിക്കും. ആൻഡ് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റ് 40,000 ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ബാറ്ററി ബാക്കപ്പ് ആയാലും ക്യാമറയുടെ പെർഫോമൻസ് ആയാലും ഇനി ഫോണിൻ്റെ പെർഫോമൻസ് ആയാലും ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ വരെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ച പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഡിവൈസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഡിവൈസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതേപോലെ ഈ ഒരു ഡിവൈസ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ റെനോയുടെ 30 സീരീസ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.